ഹലോ എല്ലാവർക്കും എൻ്റെ മോർണിംഗ് കിച്ചൺ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലെ തിരക്ക് പിടിച്ച പണിയിലാണ് കേട്ടോ. കുഞ്ഞാവയ്ക്ക് ഇപ്പം ഇത്തിരി വാശി ചില ദിവസങ്ങളിലാണ് കേട്ടോ, വാശിയാണ്. അപ്പോൾ കുഞ്ഞാവ എണീക്കണതിന് മുമ്പ് വേഗം പണികളെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ചോറും വെള്ളരിക്ക മോരുകറിയും പിന്നെ ഒരു കത്തിരിക്ക വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് ചോറ് വെന്തിട്ടുണ്ട്, കുക്കറിലാണ് കേട്ടോ. അപ്പോൾ അത് ഞാനത് കുക്കർ മാറ്റി വെച്ചിട്ടും കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെക്കുവാണ് കേട്ടോ. അപ്പോൾ അത് സിങ്കിൻ്റെ അടുത്ത് പോയപ്പോഴേക്കും അവിടെ പാത്രം കുറച്ച് കഴുകി വെച്ച് കുത്തി നിറച്ച് വെച്ചേക്കുവാണ് കേട്ടോ. അതിൽ നിന്ന് 2-3 ഞാനെടുത്ത് സ്റ്റാൻഡിലേക്ക് വെച്ചു. അങ്ങനെ കുടിക്കാനുള്ള വെള്ളം സ്റ്റവിലേക്ക് കയറ്റിയതിന് ശേഷം തേങ്ങ പൊതിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് തേങ്ങ ചിരണ്ടി എടുക്കുന്നുണ്ട്. തേങ്ങ ചിരണ്ടി കഴിഞ്ഞ് ചിരവ അപ്പോൾ തന്നെ കഴുകി വെക്കണം കേട്ടോ. അപ്പോൾ ചിരവ കഴുകാനായിട്ട് പോയി കഴുകിക്കൊണ്ടിരുന്നപ്പോഴേക്കും അതിലൊരു സ്ക്രൂ വിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴേക്കും തേങ്ങയിൽ അതിൻ്റെ സ്ക്രൂവിൻ്റെ അടിയിലുള്ള ബോൾട്ടല്ലല്ലോ, അതിൻ്റെ അടിയിലുള്ള നട്ടും അതിൻ്റെ വാഷറും തേങ്ങയിൽ കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് പോയി, പണ്ട് എൻ്റെ അമ്മ പറയുക എന്നിട്ട് എന്തെങ്കിലും കേടായി കഴിയുമ്പോൾ പറയും, നിൻ്റെ കയ്യിൽ ഇരുമ്പ് കിട്ടിയാൽ തുരുമ്പാക്കുന്ന സൈസാണെന്ന് പറയുമായിരുന്നു. അത് ഇപ്പോഴും എന്തോ എൻ്റെ കയ്യിൽ അങ്ങനെ ഇടയ്ക്കൊക്കെ കേടാവും കേട്ടോ. അങ്ങനെ ഞാൻ ചിരവ കൊണ്ട് വെച്ചതിന് ശേഷം വെള്ളരിക്ക ചെത്തിയെടുത്തു കേട്ടോ. അപ്പോൾ വെള്ളരിക്ക മുറിച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് നല്ലപോലെ പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് അതിൻ്റെ കുരു എടുത്ത് പാകാമെന്ന് വിചാരിച്ചു. ആ കുരു എടുത്തൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളരിക്ക അരിഞ്ഞെടുത്തിട്ട് ഞാൻ നേരെ ചട്ടിയിലേക്ക് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ ചട്ടിയിലാണ് ഞാൻ കറി വെക്കാൻ പോകുന്നത്. ഒരു കുഞ്ഞു ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചട്ടി നമുക്ക് പച്ചക്കറി മാത്രം വെക്കാനും എടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് വേവാനായിട്ട്. പിന്നെ ബാക്കിയുള്ള അരപ്പ് റെഡിയാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കുവാണ് കേട്ടോ. 2 അല്ലി വെളുത്തുള്ളി പൊളിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മോരുകൾക്കുള്ള അരപ്പ് റെഡിയാക്കട്ടെ കേട്ടോ. തേങ്ങ, വെളുത്തുള്ളി, ജീരകം, കുറച്ച് 2 തണ്ട് കറിവേപ്പില അരച്ചെടുക്കണം. അങ്ങനത്തെ നമ്മുടെ അരപ്പ് റെഡിയാക്കുവാണ് കേട്ടോ. മിക്സിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ കുഞ്ഞാവ ചിലപ്പോൾ എഴുന്നേക്കും. അപ്പോൾ ഞാൻ മോര് ചേർത്താണ് കേട്ടോ അരക്കുന്നത്. വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കറിയിൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ ഞാൻ കുറച്ച് മോരെടുത്ത് തേങ്ങയിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുവാണ്. അപ്പോൾ ഈ കവറുണ്ടല്ലോ, റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട്, പിന്നെ സീലും ചെയ്തിട്ടുണ്ട്. പൊട്ടിക്കാൻ ഭയങ്കര പണിയാണ്. അങ്ങനത്തെ അരക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഈ സിങ്കിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പാത്രങ്ങളെടുത്ത് സ്റ്റാൻഡിലേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ അരപ്പ് ഇടാനായിട്ട് നോക്കിയപ്പോഴേക്കും അപ്പോൾ വെള്ളരിക്ക വെന്തിട്ടുണ്ട് കേട്ടോ. എന്നാലും വെള്ളരിക്കയിൽ വെച്ച വെള്ളം കുറച്ച് കൂടിപ്പോയി. ഇപ്പം അരപ്പിട്ടിട്ടുണ്ടെങ്കിൽ കറിയിൽ വെള്ളം പോലെ ആയിപ്പോകും കറി. അപ്പോൾ ഒന്ന് വറ്റട്ടെ കേട്ടോ. അപ്പോഴേക്കും ഞാൻ റൂം അടിച്ച് വറ്റ്. കുഞ്ഞുവാവ എണീറ്റിട്ടില്ല. കുഞ്ഞുവാവ എണീക്കുന്നതിന് മുമ്പ് എല്ലാം സെറ്റാക്കണം. അപ്പോൾ ഞാൻ റൂം അടിച്ചിട്ട് വേഗം കിടക്കുന്നു. റൂമൊക്കെ അടിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്ക നല്ലോണം വെന്ത് വെള്ളമൊക്കെ പാകത്തിന് വറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മോൻ ചായ ചോദിച്ചുകൊണ്ട് വന്നിട്ടോ. അപ്പോൾ അവന് ചായ എടുത്തു കൊടുത്തു. പിന്നെ അരച്ച ആ മിക്സിയുടെ ജാറ് കൊണ്ടുപോയി സിങ്കിൻ്റെ അടുത്ത് കൊണ്ട് വെക്കും കേട്ടോ. ഇപ്പം തേക്കാൻ പറ്റില്ല. കുഞ്ഞുവാവ എണീറ്റ് അവൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പല്ല് വെച്ച് എന്തെങ്കിലും കൊടുത്ത് കഴിഞ്ഞിട്ട് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞാവോടെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അവളെന്നെ വിളിക്കുന്നുണ്ട്. കളിക്കുകയാണ്. അപ്പോൾ കറി ഏകദേശം റെഡിയായിട്ടുണ്ട്. നമുക്ക് മോരും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരപ്പ് നല്ലപോലെ തിളച്ചൊന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മോരും കൂടി ചേർത്ത് കൊടുക്കുവാണ്. മോരൊഴിച്ചൊന്ന് ചൂടായി വന്നപ്പോഴേക്കും കറി വാങ്ങി വെക്കുവാണ് കേട്ടോ. പിന്നെ ഇതിലേക്കൊന്ന് താളിച്ചിടണം.
അപ്പോൾ താളിക്കാനുള്ള വെളിച്ചെണ്ണയും പിന്നെ കടുകും ഉലുവയും വേണം. അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് വെക്കുവാണ് കേട്ടോ. പിന്നെ ഈ ഒരു പാൻ വെച്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കത്തിരിക്കയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ പിന്നെ ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിനായിട്ട് വേറെ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനത് തന്നെ ഈ വലിയ പാൻ തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ ഉലുവയ്ക്ക് പകരം വേറെ എന്തോരം എടുത്തുകൊണ്ട് വന്നത്. ഞാനിതിന് ഒരു കുറച്ച് ദിവസം മുമ്പ് കുപ്പിയെല്ലാം കഴുകി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉലുവ നോക്കിയിട്ട് കാണാനില്ല. അതാണ് കേട്ടോ പരതുന്നത്. അങ്ങനെ ഉലുവ കിട്ടി. അങ്ങനെ ആദ്യം തന്നെ ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ കടുകും ഒരു 2 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 ഏലക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വറവ് റെഡി ആയിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോഴേക്കും വേപ്പില കൂടി ഇട്ട് കൊടുത്തു. നമ്മുടെ വറവ് അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. മുളകും കൂടി വേണമായിരുന്നു. ഉണക്കമുളക് ഇല്ല. അങ്ങനത്തെ നമ്മുടെ മോര് റെഡി ആയിട്ടുണ്ട്. കത്തിരിക്ക പിന്നെ വറക്കുന്നുള്ളൂ കേട്ടോ. കുഞ്ഞാവ് എണീറ്റ് വരുന്നുണ്ട്. ഞാൻ ഓടി വരുന്നുണ്ട് കേട്ടോ. അന്ന് വളയുടെ പാസത്തിൽ കിട്ടപ്പെട്ടാൽ കയ്യിൽ 2 മണിയിട്ടുണ്ട്. വളയുടെ തിരുപ്പതി വെച്ചിട്ടുണ്ട്. ഹായ് പറഞ്ഞു, ഹായ് പറഞ്ഞു, ഹായ് പറ, ഹായ് ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹായ് പറ. ചോറ് വെന്തിരിക്കണം കേട്ടോ, വറുത്തിട്ടില്ല. പിന്നെ മോരുകൾ റെഡിയായി. ഇനി വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കണം. ചോറ് വെക്കണം. കുറച്ച് തുണി അലക്കി വെച്ചിട്ടുണ്ട്. അത് വിരിക്കണം. അപ്പോൾ അത് കുഞ്ഞാവിനെ പല്ലൊക്കെ തേപ്പിച്ച് കുഞ്ഞാവർക്ക് കുറുക്കൊക്കെ കൊടുത്തതിന് ശേഷം ഉണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ എൻ്റെ കിച്ചൺ വ്ലോഗ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ. ടാറ്റാ 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 ടാറ്റാ. ഉമ്മ 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 ഉമ്മ. അപ്പോൾ ഞാൻ ടാറ്റ ഒന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബൈ.